ഹായ് ഫ്രണ്ട്സ്, കുക്ക് വിത്ത് ആശാനാരിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു 2 ഈസി സ്പ്രൗട്ട്സിൻ്റെ സലാഡ് റെസിപ്പീസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്പ്രൗട്ട്സ് ചെയ്ത വീഡിയോ ഞാനാണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്രൗട്ട്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് വീക്ക്ലി ഒരു 2 3 നമുക്കത് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഒരുപാട് ഹെൽത്തിയാണ്. അപ്പം സ്പ്രൗട്ട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ എത്ര റിച്ച് വേണോ അല്ലെങ്കിൽ എത്ര സിമ്പിളായിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും മിക്സ് മാച്ച് ചെയ്തിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു സ്പ്രൗട്ട് സലാഡിൻ്റെ റെസിപ്പി ആണ്. ഞാൻ 2 വിധത്തിൽ സ്പ്രൗട്ട് സലാഡ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പം അതിന് ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു കുക്കിംഗ് കൊടുത്തിട്ടാണ് ഞാൻ സ്പ്രൗട്ട് സലാഡ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതല്ലാതെ യൂസ് ചെയ്യുന്ന സ്പ്രൗട്ട്സ് പച്ചയ്ക്ക് യൂസ് ചെയ്യുന്നവർ അത് നല്ലതാണ്, പക്ഷേ അതെല്ലാവർക്കും അത് അങ്ങനെ ഡൈജസ്റ്റ് ആവുന്ന ഒരു ഇതല്ല. അപ്പം ഞാൻ വീട്ടിലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുക്ക് കൊടുത്തിട്ടാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ ഈ 1.5 കപ്പ് സ്പ്രൗട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ക്വാണ്ടിറ്റിയൊക്കെ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ എത്ര ആവശ്യമാണോ അതിനനുസരിച്ച് ഞാൻ ജസ്റ്റ് അത് കാണിക്കുവാണ്. അതിൽ ഞാൻ 1.5 കപ്പ് എടുത്തു. ഞാൻ ഇത്ര വെള്ളം എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ജസ്റ്റ് നമുക്കൊരു കുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ഇച്ചിരി അതിലൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ വേണം അതിന് വേണ്ടി. പച്ച കഴിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ എടുക്കാം. ബാക്കി വെജിറ്റബിളോ ഫ്രൂട്ട്സോ ഒക്കെ ഇടുമ്പോൾ നമുക്കതിലത് ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്കത് ഒരു വിസിൽ വന്നാൽ മതി. അപ്പം ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഞാനിത് കാണിക്കാം. നമുക്കൊരു വിസിൽ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ കുക്കർ ഓഫ് ചെയ്തു. ജസ്റ്റ് വന്നാൽ മതിയായിരുന്നു കേട്ടോ. ഞാനത് വന്ന ഉടനെ അത് അടച്ചു. അത് വീഡിയോയിൽ ചിലപ്പോൾ വന്ന് കാണത്തില്ല. നമ്മൾ ഒരു വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്തായിരുന്നു. അതായത് ആയിട്ടുണ്ട്, തണുത്തു. അത് നമ്മളതിന് ആവശ്യത്തിന് മാത്രം ജസ്റ്റ് ഒരു വിസിൽ വന്നതല്ലേ. എന്നാൽ ഡൈജഷന് വേണ്ടിയിട്ടാണ്. ചിലർക്ക് നമ്മൾ പച്ച കഴിക്കുമ്പോൾ, പിന്നെ ജിമ്മിലൊക്കെ പോകണമെന്നവരൊക്കെ ആണെങ്കിൽ അത് പച്ച തന്നെ കഴിച്ചാൽ അതെന്ന് പറഞ്ഞാൽ ചുമ്മാ അവർ വായിലിട്ട് അതിൽ ഉപ്പും അതും ഇതൊന്നും അവർ ഇടത്തില്ല. ഇത് നമ്മൾ കുട്ടികൾക്ക് ഒരു 4 മണിക്കൊക്കെ കൊടുക്കാനോ രാവിലെയൊക്കെ ഒരു ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുവന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നേരം അത് ചൂട് പോകുന്നത് വരെ നമുക്കിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ എങ്ങനെ സലാഡ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വെള്ളം നമ്മളിത് കളയത്തില്ല. ഒന്നേ നമ്മൾ ചപ്പാത്തിക്ക് ആട്ട കുഴയ്ക്കാനോ അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാനോ നമുക്ക് എന്തിനെങ്കിലും യൂസ് ചെയ്യാം. 2 സലാഡിൻ്റെ റെസിപ്പിയിൽ ഫസ്റ്റ് നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് കടുവറുത്ത് വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിത് അവിച്ചെയ്തിട്ടു. അതിൽ നമ്മളിതാ കുറച്ച് തേങ്ങ ഇട്ടു, ഒരു 2 സ്പൂണ്. അതിലൊരിച്ചിരി കുരുമുളകും ഇച്ചിരി ജീരകപ്പൊടി, വറുത്ത ജീരകപ്പൊടിയാണ്. ഒരു സ്പൂണ് നാരങ്ങ നീര്. ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സലാഡ്സിലൊക്കെ ഉപ്പ് നമ്മൾ ഇച്ചിരി കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്, ഹെൽത്തി അല്ലേ. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും 4 മണിക്കൊക്കെ എടുത്ത് രാവിലെയൊക്കെ ആണെങ്കിലും നല്ല ഇത്. അതല്ലെങ്കിൽ നാരങ്ങയൊന്നും ഒഴിക്കാതെ ഇത് തേങ്ങയിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഇതുപോലൊരു സലാഡ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത് നമ്മളൊരു സലാഡ് ഉണ്ടാക്കുന്നത് സ്പ്രൗട്ട്സ്, പിന്നെ ഏത് വെജിറ്റബിൾസാണ് നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഇഷ്ടപ്പെടുന്നത് അതുപോലെ വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ചോപ്പ് ചെയ്ത ഉള്ളി, അതിന് ഒരു കപ്പ് സ്പ്രൗട്ട്സിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്. ഇതിൽ എൻ്റെ കയ്യിൽ കുക്കുംബർ ഇല്ല, അപ്പോഴേ ഇന്ന് ഉണ്ടായിരുന്നത് പൈനാപ്പിളായിരുന്നു. അപ്പം ഞാൻ പൈനാപ്പിൾ, ഇതിന് പകരം നമുക്ക് ആപ്പിൾ യൂസ് ചെയ്യാം, കുക്കുംബർ യൂസ് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് ഏത് ഫ്രൂട്ട്സ്, പിയേഴ്സ് യൂസ് ചെയ്യാം. അവരെന്ത് കഴിക്കാത്തതാണെങ്കിൽ നമുക്കത് അവോയ്ഡും ചെയ്യാം. അപ്പം സിമ്പിൾ, എത്ര സിമ്പിൾ വേണോ അത്രയും സിമ്പിൾ, എത്ര റിച്ച് ആണോ നമുക്ക് അത്രയും റിച്ച് നമുക്ക് അതുണ്ടാക്കാം.
പിന്നെ എരിയൊക്കെ ഇഷ്ടമുള്ള ഒരു പച്ചമുളകൊക്കെ ഇച്ചിരി കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇച്ചിരി ഒരു മല്ലിയില ഇട്ടിട്ടുണ്ട്. അത് ഇഷ്ടമില്ലാത്തൊരു മിൻറ്റ് ലീവ്സ് ഇടാം. പിന്നെ ഒരു ഹാഫ് നാരങ്ങ ജ്യൂസ്. പിന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ ഇച്ചിരി എരിയൊക്കെ വേണമെന്നുള്ള ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുക. ഞാൻ പച്ചമുളക് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് പൊടിച്ച കുരുമുളക്, പിന്നെ ഇത് ജീരകപ്പൊടി. ഇതല്ലാതെ ചാറ്റ് മസാലയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിനൊരു നല്ല മിക്സ് കൊടുത്ത് ആ ഒരു അടിപൊളി സ്പ്രൗട്ട്സിൻ്റെ സലാഡ് ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുമാണ്. അതുപോലെ അത്രയ്ക്ക് ഈ ചൂട് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വേർത്ത് കളിച്ച് ഒക്കെ നമ്മളെ കുട്ടികൾ നടക്കുന്ന അവർക്കൊക്കെ അടിപൊളി ഒരു ഫില്ലിങ് ഇതും കൂടെയാണ്. അപ്പം ഇതായി. ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസോ പാലോ എന്തെന്ന് വെച്ചാൽ അവർക്ക് യൂസോ നാരങ്ങ വെള്ളമോ. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. അപ്പം നമ്മളിതുപോലെ ഞാൻ ഒരുപാട് സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പുട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു തോരൻ പോലെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്കത് പുട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. അതർവൈസ് ഇങ്ങനെ ഒരു സലാഡ് 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാനാണെങ്കിലും ഇതിങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ നമുക്ക് എങ്ങനെ അത് വെജിറ്റബിൾസ് മാത്രമാണ് ഇപ്പോൾ കുക്കുംബറും ഉള്ളിയും പച്ചമുളകും ഒക്കെ മാത്രം ഇട്ടിട്ടാണെങ്കിൽ പോലും നമ്മളൊരു 2 ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമ്മൾ കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഫില്ലിംഗ് ആണ്. അപ്പം അത് എല്ലാവരും ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ അല്ലേ ഞാൻ തരുന്നത്. ബാക്കി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്കിൽസൊക്കെ നമുക്കത് കിച്ചണിൽ കയറുമ്പോൾ നമുക്കത് അപ്പം എല്ലാവരും ഇത് മക്കളൊക്കെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പം ചെയ്ത് നോക്കിയിട്ട് ഇത് നമ്മൾ ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് ചെയ്ത് ഞാൻ സ്പ്രൗട്ട്സിൻ്റെ ഒരുപാട് റെസിപ്പീസായിട്ട് നമുക്ക് ഉടനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അത് ഓരോ ഷെയറും ലൈക്കും എനിക്ക് അത്രയ്ക്ക് വേണ്ടതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.